മാഡം ഇപ്പോൾ കൊച്ചിയിൽ ഈ അനാശാസ്യ കേന്ദ്രങ്ങൾ കൂടി വരുന്നു. ഇപ്പോൾ വൈറ്റിലയിലൊരു അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ യുവതികളെ പിടിച്ചിരിക്കുന്നു. അതുമാത്രമല്ല ഈ സ്പായുടെ മറവിൽ ഒരുപാട് അനാശാസ്യം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ മറ്റൊരു വസ്തുത നമുക്കറിയാം, ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പീഡിപ്പിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വൃദ്ധരായ 80 വയസ്സിന് മുകളിലുള്ള വൃദ്ധകളെയും ഒക്കെ വീടുകൾ കയറി പീഡിപ്പിക്കുന്നു. അപ്പോൾ ഒരു ലൈംഗിക അരാജകത്വവും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കൊൽക്കത്തയിലും മുംബൈയിലുമൊക്കെ ചുവന്ന തെരുവുകളുണ്ട്. അത്തരത്തിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ഇത്തരത്തിലുള്ള സംവിധാനം വേണം എന്നുള്ളൊരു അഭിപ്രായവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ലൈംഗിക അരാജകത്വത്തിന് ഒക്കെ ഒരു മോചനം ഉണ്ടാകുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ കൽക്കട്ട പോലെ അല്ലെങ്കിൽ ബോംബെ പോലെ നമ്മളിവിടെ തുടങ്ങുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സംസ്കാരത്തിന് സ്വീകരിക്കില്ല. പക്ഷെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇത് ലീഗലൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കൽക്കട്ടയിലൊക്കെ എത്രമാത്രം ലീഗലൈസ്ഡ് ആണെന്ന് എനിക്കറിയില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലെസ്സിയുടെയൊക്കെ സിനിമയിൽ കാണുന്നത് പോലെ അത്രയും ഭീകരമാണ് സെക്സ് വർക്കേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ. പക്ഷേ ഇവിടെ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ലൈംഗിക ദാരിദ്ര്യം വലിയ രീതിയിൽ അനുഭവപ്പെടുകയാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ വളർച്ചയ്ക്കനുസരിച്ച് കുടുംബ ബന്ധങ്ങളിൽ വളർച്ച ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഒരു ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. മറ്റുള്ള പ്രസ്ഥാനങ്ങളെ പോലെ അതിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു BJP ആയിട്ടുള്ള അല്ലെങ്കിൽ BJP ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന അനുഭാവികളൊക്കെ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ പോലും ലെഫ്റ്റ് ചിന്താഗതി സൂക്ഷിക്കുന്ന ആളുകളാണ് കേരളത്തിൻ്റെ ഒരു സൊസൈറ്റിയിൽ. പക്ഷേ നമ്മളിതിപ്പോൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റായിട്ട് നിൽക്കുന്ന ആളുകൾ യഥാർത്ഥത്തിലുള്ള ലെഫ്റ്റ് ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും അത് കുടുംബങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ തികഞ്ഞ പുരുഷാധിപത്യ കുടുംബ വ്യവസ്ഥ തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ സെക്സും പുരുഷനെ സംബന്ധിച്ച് അവരുടെ ബയോളജിക്കൽ രണ്ടുപേരുടെ ഒരു ബയോളജിക്കൽ നീഡായിട്ടുള്ള ഈ സെക്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുടുംബ ബന്ധം കേരളത്തിലില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊച്ചി എന്ന് പറയുന്ന നഗരം. കൊച്ചി എന്ന് പറയുന്നത് നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ആഗോളവൽക്കരണ നയങ്ങൾ, ചെറിയ മുതലാളിത്തത്തിൻ്റെ ഒരു ഡെവലപ്ഡ് വ്യവസ്ഥയാണ് ഈ ആഗോളവൽക്കരണ നയം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ ഇംപ്ലിമെൻറ്റേഷനും നടക്കുന്ന ഒരു നഗരമാണ് കൊച്ചി. അതിൽ പ്രധാനമായും കഞ്ചാവ്, അല്ലെങ്കിൽ ഇപ്പോൾ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വളരെ ചെറിയ കാര്യമാണ്. ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമല്ല, മറ്റ് മയക്കുമരുന്ന് വിൽപ്പന അറബിക്കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസം സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട ചില ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ ഈ ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ലക്ഷദ്വീപിനെ എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ലഹരി ഉപയോഗിക്കുന്നു, അവരെ ഇത്ര അധികം മയക്കുമരുന്ന് പിടിച്ചു, കോടികളുടെ മയക്കുമരുന്നാണ് പിടിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ ബീഫ് നിരോധിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചാൽ അത് വേറെ രീതിയിൽ, അത് വേറെ പൊളിറ്റിക്സാണ്. പക്ഷേ എങ്കിലും ഈ അറബിക്കടലിൽ നിന്നും സ്ഥിരമായി പിടിക്കുന്നു. പിന്നെ നമ്മളുടെ കേരളത്തിൽ തന്നെ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം ഈ ലഹരി കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു 3 മാസം മുന്നേ മൂവാറ്റുപുഴ ഏരിയയിൽ നിന്ന് ഒരു കൈതച്ചക്ക എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കർഷകൻ അയാളുടെ ലോറിയിൽ നിന്നും 1800 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. ഇതിവിടെ വരുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ നടത്തിപ്പ് കാലത്ത് ഞങ്ങളെപ്പോലുള്ള ലെഫ്റ്റായിട്ട് നിൽക്കുന്ന ആളുകൾ പ്രചരിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിൻ്റെ ലാറ്റിൻ അമേരിക്കയിലെ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ സ്ഥിതി തന്നെയാണ് അത് എവിടെ നടപ്പിലാക്കിയാലും ഉണ്ടാകും. കാരണം മുതലാളിത്തത്തിനെ സംബന്ധിച്ച് ഇന്ന് ഉൽപാദന മേഖലയിൽ ഒരു ശ്രദ്ധയും അതിനില്ല. മുതലാളിത്തത്തിൻ്റെ ആവിർഭാവ കാലത്ത് ഉൽപാദന മേഖലയിലാണ് അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്.
ഇന്ന് അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവരെല്ലാം സേവന മേഖലകളിലാണ്, സേവനം കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട. ഇപ്പോൾ IT ആണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും എല്ലാം സേവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഉൽപ്പാദന മേഖലയിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുമൂലം തൊഴിലില്ലായ്മ അതിരൂക്ഷവുമാണ്. 2 കാരണങ്ങൾ കൊണ്ട് അപ്പോൾ നമ്മളുടെ ഈ സ്ത്രീകൾ സെക്സ് വ്യാപാരത്തിൽ പോകും. ഒന്ന്, തൊഴിലില്ല, വരുമാനമില്ല, അപ്പം മറ്റ് വ്യവസായങ്ങളില്ല, അതിൻ്റെ വളർച്ചയില്ല. സ്വാഭാവികമായും സ്ത്രീകൾ അങ്ങനെ പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, എങ്ങനെ പുരുഷന്മാർ ഇതിലേക്ക് പോകുന്നു? പുരുഷന്മാരെ സംബന്ധിച്ചൊരു ബിസിനസ് മാത്രമല്ല ഇത്. ഈ പുരുഷന്മാർ സ്ത്രീകളെ തേടി പോകണ്ടല്ലോ, അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള രതിക്ക് അവർ പോകുന്നതിന് കാരണം ഈ കുടുംബ ബന്ധത്തിൽ വികാസമില്ലാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടിയായി കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചും ഈ സെക്സിൻ്റെ ബയോളജിക്കൽ നീഡിൻ്റെ ഒരു ആവശ്യകതയുടെ ഒരു അവയർനെസ് സൊസൈറ്റിയിൽ ഇല്ലാത്തത് കൊണ്ട് പുരുഷൻ്റെ ഈ നീഡിനെ അവർ വേണ്ടത്ര അഡ്രസ്സ് ചെയ്യില്ല. സ്വാഭാവികമായും അവർക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ഇനി അതിനും അപ്പുറം ഇതൊരു ബിസിനസ്സാണ്. ഇപ്പോൾ 2 വർഷം മുന്നാണല്ലോ കൊച്ചി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സെക്സ് ട്രേഡ് അത് നടക്കുന്നു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഇല്ല എന്ന് പറയുന്നത് ഇവിടെ ആർക്കും കഴിയില്ല. കോടികളുടെ ബിസിനസ്സാണ്. തീർച്ചയായിട്ടും. അത് ഈ അതായത് കോളേജിലും ഒക്കെ കോളേജിൽ പഠിക്കുന്നത്, അതായത് ഇപ്പം നമ്മൾ നേരത്തെ ബാംഗ്ലൂരിനെ പറഞ്ഞതുപോലെ കൊച്ചി അതിന്റെ സേഫ് സെന്റർ. അതായത് ഇപ്പൊ കൂട്ടുകാരികൾ ഒരു ആഡംബരത്തിന് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി ആദ്യം കൊണ്ടുപോകുന്നതാണ്. അവർക്കിപ്പോൾ ഡ്രസ്സ് വാങ്ങാനും അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതിനും ബ്യൂട്ടി പാർലറിൽ പോകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് പോയി അതിൽ അകപ്പെട്ടു പോകുന്നവരാണ് പലരും. അതൊന്ന്. പിന്നെ ഇത് അറിഞ്ഞുകൊണ്ട് പോകുന്നവർ, ഇതൊരു ട്രേഡായിട്ട് മാറ്റുന്നവർ. പക്ഷെ എന്ത് വന്നാലും ഇതിന്റെ പിന്നിൽ വലിയ സെക്സ് റാക്കറ്റ് സംഘങ്ങളാണ്. പഴയ പോലെ നമ്മളിപ്പോൾ ഒരു 95-96 കാലഘട്ടത്തിൽ സൂര്യനെല്ലി കേസ് ഉണ്ടായ സമയത്ത് നമ്മൾ വിജിലൻ്റ് ആയിരുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കടന്നുപോയി. ഇന്ന് അതിനേക്കാളൊക്കെ ഭീകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഈ സൊസൈറ്റിയിൽ നടക്കാം. നമ്മളെല്ലാവരും എല്ലാം അറിയുന്ന ആളുകളാണ് എന്നതുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു രൂപരേഖയും ഈ 10 വർഷമായിട്ടും നമ്മളുടെ മുന്നിൽ വെച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ് അല്ലേ? ഒരു ഇടതുപക്ഷ സർക്കാരാകുമ്പോൾ ഒരു സാമൂഹ്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ലാതെ ബോധപൂർവമായി ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കണം. അല്ലെങ്കിൽ ഇതിപ്പോൾ അവർ ഒരു ഡിസ്കഷൻ വെക്കട്ടെ സൊസൈറ്റിയിൽ, യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇത് ലീഗലൈസ് ചെയ്യാണോ നമ്മൾ ചെയ്യേണ്ടത്? അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, അതായത് അറിയാത്ത കുട്ടികളെ കൊണ്ടുപോയി സെക്സ് റാക്കറ്റിൽ പെടുത്തി ഇവിടെ വലിയ രീതിയിലുള്ള കച്ചവടം നടത്തുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? അതോ ഇത്തരം യഥാർത്ഥത്തിൽ പോകുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പോകാവുന്ന നിലയിലുള്ള ഒരു ലീഗലൈസ്ഡ് സംവിധാനം ഉണ്ടാകുന്നതാണോ ശരി? കേരളത്തിന്റെ സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട കാലം കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഇതിലേക്കൊക്കെ നയിക്കുന്ന ഒരു വിഷയം. അപ്പൊ ഇതിപ്പോ പിടിച്ചു എന്ന് പറഞ്ഞത് സ്പാകൾ മാത്രമല്ല, എത്ര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ്. ഇപ്പൊ നമ്പർ 18 ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 കൊലപാതകം ഉണ്ടായത്. എന്താ കാര്യം? അപ്പൊ ലഹരി വരുന്ന സ്ഥലങ്ങൾ, ലഹരി പാർട്ടികളും ലഹരിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും DJ പരിപാടികളും ഒക്കെ ഇപ്പൊ ഈ കൊച്ചിയിലെ മുഴുവൻ ബോംബെ ഹോട്ടലുകളിലും ഉണ്ട്, വ്യാപിച്ചിരിക്കാം. അതിന് പോകാൻ ആളുകൾ തയ്യാറാണ്. ഇനി പൈസ, അതിന് പൈസയുണ്ട്. സംഭവം തൊഴിലില്ലായ്മയുണ്ട്, നല്ല രീതിയിലുള്ള പ്രയാസങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബങ്ങളിലുണ്ട്. പക്ഷെ അതല്ലാതെ ഈ വക കാര്യങ്ങൾക്ക് പോകാൻ പൈസ കിട്ടാനായിട്ടുള്ള ഒരു പ്രയാസവുമില്ല. ഇപ്പൊ ലഹരിയുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരിൽ ഞാൻ കോടതിയിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ ഈ ഫ്രീക്കന്മാരായിട്ടുള്ള പിള്ളേര് വന്നിട്ട് കുറ്റം സംഭവിച്ചു പോവാണ്. മയക്കുമരുന്നാണ് കേട്ടോ, കഞ്ചാവല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ലഹരി ഉപയോഗം കൂടുമ്പോൾ ആഗോളവൽക്കരണത്തിന്റെ സന്തതി തന്നെയാണ് ലഹരി ഉപയോഗം ഇവിടെ വരും, അതോടൊപ്പം സെക്സ് റാക്കറ്റ് സംഘവും വരും. അപ്പൊ ഇതിനെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലൂടെ സർക്കാരുകൾ കണ്ടാൽ മാത്രമേ പ്രശ്നപരിഹാരത്തിന് കഴിയുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.